ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് H1N1 ഡിസീസ്, എന്താണ് H1N1 ഡിസീസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വൈറോളജിയിൽ ഇൻഫ്ലുവൻസ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എ എന്നറിയപ്പെടുന്ന ഒരു ഉപവിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത്. ഇത് പരത്തുന്നത് ഇൻഫ്ലുവൻസ എ ആണ് ഇത് പരത്തുന്നത്. വൈറോളജിയിലെ ഒരു ഉപവിഭാഗമാണ് ഇൻഫ്ലുവൻസ എ. ഇൻഫ്ലുവൻസ എ കാരണമുണ്ടായ അസുഖങ്ങളാണ് 1918 സ്പാനിഷ് ഫ്ലൂ, 1977 റഷ്യൻ ഫ്ലൂ, 2009 പന്നിപ്പനി എന്നിവ. ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണമുണ്ടാകുന്ന പൊട്ടിത്തെറികൾ, അത് കാരണമാണ് അത്തരം ഫ്ലൂകൾ ഇവിടെ പടർന്നു പിടിച്ചതെന്ന് പറയാം. സ്പാനിഷ് ഫ്ലൂ, റഷ്യൻ ഫ്ലൂ, പന്നിപ്പനി. ഇതിൻ്റെ ഈ ഇൻഫ്ലുവൻസ എ കാരണമുണ്ടാകുന്നതാണ് H1N1 ഡിസീസ്. പന്നിപ്പനി പന്നികളിലുണ്ടാകുന്ന ഒരു ശ്വാസകോശ രോഗമാണ് പന്നിപ്പനി എന്നത്. ഇത് പന്നികളുമായി സമ്പർക്കം നടത്തുന്നവരിലെയും മനുഷ്യരിലേക്കും ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യാപനശേഷി കൂടുതലാണ്. പിന്നെ മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ പന്നികളുടെ അല്ലെങ്കിൽ അസുഖം ബാധിച്ച പന്നികളുടെ മാംസം പാകം ചെയ്യുന്നത് അണുബാധയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് അണുബാധയ്ക്ക് അല്ലെങ്കിൽ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. സമ്പർക്കം പുലർത്തുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. പന്നിപ്പനി 2009 കാലഘട്ടത്തിൽ വല്ലാതെ ലോകത്തെമ്പാടും വല്ലാതെ പടർന്നു പിടിച്ചതാണ് പന്നിപ്പനി എന്നത്. 1977 അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ഇത് ആദ്യമായിട്ട് പന്നിപ്പനി പടർന്നു പിടിച്ചത്. പിന്നീട് 2009 വീണ്ടും ഉണ്ടാകുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പന്നിപ്പനി എന്നത്. H1N1 ഡിസീസിൻ്റെ H1N1 ഇനത്തിൽപ്പെട്ട ഇൻഫ്ലുവൻസ എ പടർത്തുന്ന ഒരു രോഗമാണ് പന്നിപ്പനി എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.